ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഭയങ്കര മടി പിടിച്ചിരിക്കുക. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ അമ്മ അവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മൂമ്മയെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഫോണിൽ. അപ്പോൾ ദോശ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും എന്താ പറയുക, സാമ്പാറായിരിക്കും, തക്കാളി ചമ്മന്തി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രഷൊക്കെ ബ്രഷൊക്കെ തേച്ചെല്ലാം കഴിഞ്ഞ ശേഷം എന്താ പറയുക, ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം എനിക്ക് വേഗം പോയി കുളിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സേതപ്പൻ്റെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളായിട്ടൊക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അത് വേഗം പോയി കഴുകിയിട്ട് ഫുൾ സെറ്റാക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പാത്രമൊക്കെ എല്ലാം ഞാൻ കഴുകി സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞ ശേഷം അമ്മ എനിക്കെന്നാൽ പോയി കുളിച്ചിട്ട് വരാൻ തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ കുറച്ച് തുണി ഉണ്ടായിരുന്നു, എല്ലാം മടക്കി അലമാരണത്തിൽ ഞാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം അമ്മ എന്നെ വിളിച്ചായിരുന്നു, ഇടിവാ നമുക്ക് ചെടി ഒന്ന് സെറ്റാക്കാമെന്ന്. അമ്മ എന്നാൽ ശരി, ചെടിയൊക്കെ സെറ്റാക്കിയിട്ട് ലാസ്റ്റ് കുളിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ചെടിക്ക് വേണ്ടിയിട്ട് ഇത് ഒരു എന്താ പറയുക, ചാക്ക് ഞാൻ മുറിച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടണമല്ലോ. അപ്പോൾ അങ്ങനെ അമ്മ അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും മമ്മട്ടിയൊക്കെ എടുത്ത് ഇത് മണ്ണ് ഇങ്ങനെ എടുക്കും അമ്മ. അപ്പോൾ ആ ബക്കറ്റ് ഫുൾ നിറച്ചിട്ട് അമ്മ അകത്തേക്ക് കൊണ്ടുവന്നു, പാവാതെ വിഷമിച്ച്. അപ്പം അങ്ങനെ കുറച്ച് മണ്ണ് കൊണ്ടുവന്നു. അപ്പം അമ്മ എനിക്ക് കുറച്ച് ഉണക്ക ഇലയൊക്കെ കൊണ്ടുവരാം, കരിനീല ഇല അങ്ങനെ. അപ്പം അങ്ങനെ വാവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ട് നേരെ മുകളിലേക്ക് പോയി. കുറച്ച് താഴേക്ക് പോയപ്പോൾ തന്നെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സൈഡിൽ നിർത്തിയപ്പോൾ തന്നെ അമ്മനെ കൊണ്ട് കുറച്ച് അവിടെ നിന്ന് എടുത്തു. അപ്പോൾ അപ്പുറത്ത് നിന്ന് പട്ടി കുരയ്ക്കുന്നുണ്ടായിരുന്നു. കള്ളന്മാർ വന്നെന്ന് വിചാരിച്ചിട്ടായിരുന്നു തോന്നുന്നു. പട്ടി കുരയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മക്കതൊന്നും ഇല്ല, സെറ്റാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ ചെന്നാൽ ശരിയാണ്, മുകളിലേക്ക് നമുക്ക് പോവാണ്. അപ്പോൾ സൈഡിൽ കുറച്ച് പാടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് മുകളിലേക്ക് കയറ്റമുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അപ്പം അങ്ങനെ ആ പാടമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇത്രയും കയറ്റമുണ്ട്. അപ്പോൾ ഇത്രയും കയറിയിട്ടാണ് റൈറ്റ് സൈഡിൽ നല്ല വ്യൂസാണ് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അങ്ങനെ ഞാൻ സൈഡിൽ നിന്ന് എടുത്തിട്ട് അമ്മക്ക് നല്ലോണം ഇലകൾ കിട്ടി, കരിനീല ഇല ഫുള്ള് നല്ല രീതിക്ക് കിട്ടിയിട്ടോ. അങ്ങനെ ഫുൾ ചാക്ക് നിറച്ചും എടുത്തു. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി മതി എന്ന് പറഞ്ഞിട്ട് പോരെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് എന്താ പറയുക, താഴേക്ക് പോവാം, വീട്ടിലേക്ക് പിന്നെയും പോവാം ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ താഴേക്ക് വേണ്ടിയിട്ട് എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സൈഡ് വ്യൂ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാട്ടോ വ്യൂ, നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ ഒക്കെ വരുമ്പോൾ നല്ല രസമാണ്. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോണ വഴി. അപ്പോൾ ഇത് താഴത്തെ ഇറക്കത്തിൻ്റെ അവിടെയാണ് എൻ്റെ വീട്, അതായത് മൂന്നാമത്തെ വീട്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് അമ്മ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ അത് ചെടിയൊക്കെ എടുത്ത് ചാക്കിൻ്റെ മുകളിൽ ഓരോരോ ചെടികളൊക്കെ എടുത്ത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോൾ എന്നെയും പറഞ്ഞു വേഗം നമുക്ക് വേഗം ചെയ്ത്. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം എനിക്കെന്നാൽ ഓക്കെ, കിട്ടിയ ലീവാണ്, അപ്പോൾ നമുക്ക് എന്തായാലും സ്പെൻഡ് ചെയ്യാം, പെട്ടെന്ന് അത് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയൊക്കെ സഹായം ചെയ്യാൻ ഓരോരോ ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അമ്മ ചെയ്യുമായിരുന്നു. അപ്പോൾ കുറച്ച് മണ്ണെടുത്ത് കൊടുക്കാനും എല്ലാം ചെയ്യുമായിരുന്നു, ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്യുമായിരുന്നു അമ്മക്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞത് നല്ല പൊരിഞ്ഞ വെയിലാണ് ഈ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ അപ്പുറത്തിപ്പോഴത്തൊന്നും ആൾക്കാരൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് സെറ്റെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അമ്മ എനിക്ക് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ അമ്മ ഒരു വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ച് അമ്മയോട് ഞാൻ പറഞ്ഞു ശരി ഞാൻ എന്നാൽ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അന്ന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് എന്നാൽ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ആ മീൻകറിയും മോരും മീൻ വറുത്തതൊക്കെ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മ കുറേ നാൾ ശേഷം കേട്ടോ, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ മീൻകറി ഉണ്ടാക്കണമെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ കുറേ ചോറൊക്കെ കഴിച്ചൊക്കെ വയറുന്നതിന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനും അമ്മയും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ പ്ലാൻ സെറ്റാക്കി, അത് ഞാൻ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇത്രയും കുറച്ച് ഇതൊക്കെ ഓൾറെഡി സെറ്റാക്കിയതാണ്. ഇത് കുറച്ച് മണ്ണൊക്കെ ഇട്ടൊന്ന് കുറച്ചുകൂടി സെറ്റാക്കിയതാണ്. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റും പിന്നെ ഇതിനെന്തോ പറഞ്ഞ് എനിക്കറിയില്ല, എൻ്റെ പേര് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻസൊക്കെ സെറ്റാക്കി, കറ്റാവാഴ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കിപ്പോൾ പ്ലാൻസിനോട് കുറച്ച് ക്രേസ് ആവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അമ്മയുടെ കലാവിരുദ്ധമൊക്കെയാണ് കേട്ടോ. നമുക്ക് പ്ലാൻസിൻ്റെ ഭയങ്കര ക്രേസുള്ള വ്യക്തിയാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൂവാണ്. അതിന് ബട്ടർഫ്ലൈ പൂവാന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കസിൻസ് വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെയും കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ, ഗുഡ് നൈറ്റ്.